നമ്മുടെ വോക്ക് അറൗണ്ട് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ബ്രോ ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഷോറൂം വിസിറ്റ് വീഡിയോയുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഈ ഒരു KTM ഷോറൂം തന്നെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KTM-ലാണ്, അല്ലെങ്കിൽ KTM പത്തനംതിട്ടയിലാണ്. അപ്പം നമ്മുടെ ഈ ഒരു 2024 മെയ്യിൽ ഇവിടെ ഏതൊക്കെ വാഹനങ്ങൾ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ KTM വാഹനങ്ങളുടെ പ്രൈസ് എത്ര ആണെന്നുള്ളതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, ഓൺ റോഡ് പ്രൈസ് എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഒന്നേ തന്നെ തുടങ്ങാം. ആദ്യം നമുക്കിവിടെ നമ്മുടെ ഏറ്റവും പുതിയ KTM ഡ്യൂക്ക് 390 ഇരിപ്പുണ്ട്. സോ ഈ ഒരു ലേറ്റസ്റ്റ് ലോഞ്ച് വണ്ടിയാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം നമുക്ക് ഡ്യൂക്ക് 390 ഡ്യൂക്ക് 390യുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 3,14,171 രൂപയാണ്. അതിൽ നമുക്ക് റോഡ് ടാക്സ് എന്നുള്ള നിലയ്ക്ക് 67,681 രൂപയാണ് ആഡാവുന്നത്. പ്ലസ് ഇൻഷുറൻസ് കൂടെ വരുമ്പോഴത്തേക്ക് 21,835 രൂപയും കൂടെ ആഡാവും. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വരുമ്പോഴത്തേക്ക് ഓൺ റോഡ് ഡ്യൂക്ക് 390 നിങ്ങൾക്ക് 2024 മെയ്യിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ 4,03,687 രൂപ ടോട്ടൽ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മുടെ 390യുടെ വില നിലവാരം എന്ന് പറയുന്നത് മെയിലേത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ KTM-ൻ്റെ അഡ്വഞ്ചർ 250 ഇരിപ്പുണ്ട്. 2024 കളർ എഡിഷനാണ് ഇരിക്കുന്നത്. ഗ്രേ പ്ലസ് ഓറഞ്ച് വരുന്ന കളറാണിത്. ഇതല്ലാണ്ട് ഒരു ബ്ലൂ കളറൂടെ വരുന്നുണ്ട്. അതിപ്പോൾ ഷോറൂമിൽ അവൈലബിൾ ഇല്ല. പക്ഷേ ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ വേർഷൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. സോ അഡ്വഞ്ചർ 250യുടെ പ്രൈസ് വരുന്നത് 2,50,350 രൂപയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ടാക്സ് ആഡ് ആകുമ്പോഴത്തേക്ക് 54,279 രൂപയാണ് ടാക്സ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ 11,823 രൂപ നമുക്ക് ഇൻഷുറൻസും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് 3,16,452 രൂപയാണ് 2024 KTM അഡ്വഞ്ചർ 250ക്ക് മെയ്യിൽ പ്രൈസ് വരുന്നത്. അടുത്ത് നമ്മുടെ ഡ്യൂക്ക് 250 ഇരിപ്പുണ്ട്. അതിലേക്ക് പോകാം. ഡ്യൂക്ക് 250യുടെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2,62,374 രൂപയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതിന് നമുക്ക് 52,604 രൂപ ടാക്സ് ആടാവുന്നുണ്ട്. അതിന് തന്നെ 11,733 രൂപയാണ് ഇൻഷുറൻസ് വരുമ്പോഴത്തേക്ക് ആവുന്നത്. അതെല്ലാം കൂടെ ചേർത്തിട്ട് 3,06,711 രൂപയാണ് ഡ്യൂക്ക് 250യുടെ ഓൺ റോഡ് പ്രൈസ് പത്തനംതിട്ട എന്ന് പറയുന്നത്. നമുക്ക് 250 ഈ കാണുന്ന കളറും ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പുതിയ ബ്ലൂ ആൻഡ് ബ്ലാക്ക് വേർഷനും അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ അവിടെ ആ ഒരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറും ഇരിപ്പുണ്ട്. സോ ഓൾമോസ്റ്റ് ആ 3 കളർ ഓപ്ഷൻ ഇപ്പോൾ KTM പത്തനംതിട്ടയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് എഡിഷൻ RC 200 ഇരിപ്പുണ്ട്. ആ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് എഡിഷൻ. RC 200ൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,21,171 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 48,151 രൂപയാണ് റോഡ് ടാക്സ് വരുന്നത്. ഇൻഷുറൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് 11,496 രൂപയാകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പം 2,80,818 രൂപയാണ് KTM RC 200ൻ്റെ 2024 മെയ്യിൽ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത വണ്ടി നമ്മുടെ ഹുസ്ക്വറിന ഇവിടെ ഇരിപ്പുണ്ട്. ഹുസ്ക്വറിന വിത്ത് പില്ലൻ 250 ആണിത്. സ്വാട്ട് പില്ലൻ ഉണ്ടായിരുന്നു. സ്വാട്ട് പില്ലൻ ഇപ്പം ഇവിടെ ഇരിപ്പില്ല, അത് സോൾഡ് ഔട്ടായി. സോ വിത്ത് പില്ലൻ 250യുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 2,20,672 രൂപയാണ്. അതിന് നമുക്ക് 48,046 രൂപ റോഡ് ടാക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 11,489 രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് 2,80,207 രൂപ വരുന്നുണ്ട്. അതായത് വിത്ത് പില്ലൻ 250 നിങ്ങൾക്ക് 2,80,207 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ RC 200 നിങ്ങൾക്ക് 2,80,818 രൂപയ്ക്കാണ് കിട്ടുന്നത്. സോ ഏകദേശം ഒരു 600 രൂപയുടെ വ്യത്യാസമാണ് നിങ്ങൾക്ക് വിത്ത് പില്ലൻ 250യും RC 200 തമ്മിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാമല്ലോ. സെയിം പ്രൈസിൽ വരുന്ന ഒരെണ്ണം ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററാണ്, ഒരെണ്ണം ഒരു സൂപ്പർ സ്പോർട്സ് ബൈക്കാണ്. അപ്പം രണ്ടും ഏകദേശം ഒരേ പ്രൈസിൽ വരുന്നു. ഇത് 250cc പുതിയ LC4C മോട്ടറായിട്ട് വരുന്നു. ഇത് 200cc പുതിയ എഞ്ചിനുമായിട്ട് വരുന്ന രണ്ട് വാഹനമാണ്. ഏകദേശം സിമിലർലി പ്രൈസ്ഡാണ്. 600 രൂപയുടെ വ്യത്യാസം നമുക്ക് ഓൺ റോഡ് പത്തനംതിട്ടയിൽ ഇത് തമ്മിൽ വരുന്നുള്ളൂ. അടുത്ത നമ്മൾ നോക്കുന്നത് ഡ്യൂക്ക് 200 ആണ് ഇരിക്കുന്നത്. നമുക്ക് ഡ്യൂക്ക് 200ൻ്റെ പ്രൈസ് നോക്കാം. സോ ഡ്യൂക്ക് 200ൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,99,987 രൂപയാണ് 200ൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ 31,703 രൂപയാണ് ഇതിൻ്റെ ടാക്സ് വരുന്നത്. 11,258 രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് 2,42,948 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഡ്യൂക്ക് 200നും RC 125 ഒക്കെ ഉള്ളൂ കുറഞ്ഞ ഒരു റോഡ് ടാക്സ് വരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ റോഡ് ടാക്സ് ആണ്. 40,000 മുകളിലാണ് ബാക്കിയുള്ളതിനൊക്കെ റോഡ് ടാക്സ് നിൽക്കുന്നത്. ഇതിന് മാത്രമേ ഉള്ളൂ 31,000
രൂപ. പിന്നെ RC 125 നമുക്ക് 30,000 രൂപയൊക്കെ റോഡ് ടാക്സ് നിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 2 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങളായതുകൊണ്ട് തന്നെ അത്രയും കൂടെ ടാക്സിൽ ആ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈസിൽ ഇത്രയും വലിയൊരു ജമ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഇത്രയും മോഡൽസാണ്, ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നമ്മുടെ ഡ്യൂക്ക് 390 തന്നെയാണ്. ആ ഒരു രണ്ടാമത്തെ കളർ ഓപ്ഷനാണ് ഇരിക്കുന്ന ആ ഒരു ബ്ലൂ കളർ. അങ്ങേയറ്റത്ത് നമുക്ക് ഓറഞ്ച് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ 200 ഇരിപ്പുണ്ട്, 250യുടെ 3 കളേഴ്സ് ഇരിപ്പുണ്ട്, RC 200 ബ്ലാക്ക് എഡിഷൻ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ വിറ്റ്പില്ലൻ 250 ഇരിപ്പുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ കൂടി ഇവിടെ ഇല്ലാത്ത മോഡൽസ് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 ഡേയ്സ് ഇവർ വരുത്തി തരുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ KTM ബൈക്സിൻ്റെ എല്ലാം തന്നെ വാറണ്ടിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 5 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 75,000 കിലോമീറ്ററിലേക്ക് വാറണ്ടി കൂടിയിട്ടുണ്ട് ഈ ഒരു 2024 മോഡൽസിന് വരുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ വാഹനം എടുക്കുന്നവർക്കൊക്കെ തന്നെ 1 വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് RSA ഫ്രീ ആയിട്ട് കമ്പനി പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് KTMൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫറുണ്ട്. ഇനി KTM പത്തനംതിട്ടയുടെ ഭാഗത്തു നിന്നുള്ള ഓഫറായിട്ട് നിങ്ങൾക്ക് ഇവരുടെ തന്നെ റൈഡിങ് ആക്സസറീസ് ഷോപ്പുണ്ട്, ഇഗ്നി സ്ട്രീറ്റ് പത്തനംതിട്ട. അവിടെ നിന്ന് നിങ്ങളൊരു 6,000 രൂപയ്ക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ 6,000 രൂപയ്ക്കോ 6,000 രൂപയ്ക്ക് മുകളിലേക്കോ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സോ ആക്സസറീസോ ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് നിങ്ങൾക്ക് അതിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. കാരണം ബൈക്ക് ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സേവിങ്സ് അല്ലെങ്കിൽ ലാഭം അതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു 2024 മെയ് മാസത്തെ KTM ബൈക്കുകളുടെ പ്രൈസിങ്ങിൽ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് KTM ബൈക്ക് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. നമുക്കിവിടെ 390 RC ഇരിപ്പില്ല, അതുപോലെ നമുക്ക് ഹുസ്ക്വർണ 401 ഇരിപ്പില്ല, സ്വാട്ട് പില്ലൺ, അങ്ങനെ കുറച്ച് ബൈക്സ് ഇപ്പോൾ ഇവിടെ മിസ്സിംഗ് ആണ്. സോ അതെല്ലാം നിങ്ങൾ ബുക്കിംഗ് അനുസരിച്ച് വരുന്നതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്കൊക്കെ തന്നെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഷോറൂം വിസിറ്റ് വീഡിയോസും പുതിയ വാഹനങ്ങളുടെ വോക്ക് റൗണ്ട് വീഡിയോസും റിവ്യൂസും ഒക്കെ തന്നെ നമ്മുടെ ചാനലിൽ ഇനി ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ഏത് ഷോറൂമാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയോട് കാണുന്നത് ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.